അതിനൊരു ക്രമീകരണം ഉണ്ടാക്കുകയേ നിവൃത്തിയുള്ളൂ. കാരണം പഠനം എന്ന് പറയുന്നത് കേവലം നമ്മൾ പാഠപുസ്തകങ്ങളും പരീക്ഷയും മാത്രമല്ലല്ലോ. മറ്റ് വിധത്തിലുള്ള അറിവുകളും അനുഭവങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവാനാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ സംവിധാനങ്ങൾ വരുന്നത്. അപ്പൊ അത് പാടെ അവഗണിച്ച് പോകാൻ കഴിയില്ല. ഇത് രണ്ടും ക്രമീകരിച്ച് രണ്ടിനും നമുക്ക് സമയം ഉണ്ടാകണം. ഇപ്പൊ NCCയും NSSഉം സ്റ്റുഡൻസ് പോലീസും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് അതിന്റെ അതുകൊണ്ടുള്ള ഒരുപാട് ഗുണഫലങ്ങളുണ്ട്. കുട്ടികൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ഇന്ന് തന്നെ എല്ലാവരും പറഞ്ഞു, ഒരു ക്ലാസ് റൂമിലേക്ക് വരുന്നത് ആ പാഠപുസ്തകം വായിച്ച് അതിൽ നിന്നുള്ള അറിവും അത് പരീക്ഷ എഴുതി കിട്ടുന്ന മാർക്കും പാസ്സായാലും മാത്രമല്ല, ഈ കൂടിച്ചേരലുകളിലൂടെ ഉണ്ടാകേണ്ട ഒരുപാട് അനുഭവങ്ങളും അറിവുകളും ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് നടക്കണം. അതിനുവേണ്ടിയാണ് അത്തരം പദ്ധതികൾ വന്നത്. അപ്പൊ ആ പദ്ധതികളെ ഒറ്റയടിക്കില്ലാതാക്കാൻ കഴിയില്ല. അതിൽ ഈ സമയത്തിന്റെ പ്രശ്നം, ഇത് വർക്കിലോടായി വരുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ക്രമീകരിക്കാം, അല്ലാതെ അത് പാടെ നിരാകരിക്കാൻ കഴിയില്ല. അപ്പോ NSS ക്യാമ്പ് നടത്തി കുട്ടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയിട്ടാണ് അവർ ഒരു അസൈൻമെന്റ് ഏറ്റെടുക്കുന്നത്. ഒരു പ്രദേശത്തെ എന്തെങ്കിലും പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് സർവേ നടത്താൻ, എന്നിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ, ഇതൊക്കെയാണ് പലപ്പോഴും ഈ NSS ക്യാമ്പിലൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസായി കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരുപാട് അവരിൽ കാണുന്ന ഒരു പ്രത്യേക അച്ചടക്കവും അതുപോലുള്ള നല്ല ഊർജ്ജസ്വലതയും കായികക്ഷമതയും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ ഈ പാടെ വേണ്ട എന്ന് വെക്കാൻ കഴിയില്ല. ഇതിനെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ ഗവൺമെന്റ് വന്നിട്ട് ഇന്നേക്ക് 2 ആഴ്ചയേ ആവുന്നുള്ളൂ. അപ്പോ വന്ന തൊട്ട് ഉടൻ ഞങ്ങളുടെ മുമ്പിൽ വന്നൊരു ഉത്തരവാദിത്തം പറഞ്ഞാൽ സ്കൂള് തുറക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതിലേക്ക് പാഠപുസ്തകം എത്തിക്കുക, പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കുക, ഇതെല്ലാം ചെയ്തു. എന്നാൽ ഈ പറഞ്ഞതുപോലെ പ്രൊമോഷൻ മറ്റും ഒക്കെയായി വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാവും. അതിലൊന്നും വലിയ കാലതാമസം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ സൂചിപ്പിച്ച ഫിറ്റ്നസ്, അതിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയ 2 സർക്കുലറുകൾ ഉണ്ടാക്കിയ പ്രശ്നമായിരുന്നു. അതായത് ഫിറ്റ്നസ് കൊടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ്. അവർ ഒരു ചോദ്യാവലി പോലെയുള്ള സംഗതി ഫില്ല് ചെയ്തിട്ടാണ് ഇതിന്റെ അവസാനം അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇവര് ഫിറ്റ്നസ് ആണ് ഈ സ്കൂൾ എന്ന് പറയാം. അതിൽ ഒരു ചോദ്യം ഈ ഇലക്ട്രിക്കൽ സംഗതികളെ സംബന്ധിച്ചാണ്, വയറിങ്, കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. അപ്പൊ അത് പറയാൻ ഞങ്ങൾ എക്സ്പെർട്ട് അല്ല എന്നുള്ളതാണ് എയ്മാരെ വാദം. അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. അവർ പറയുന്നതിലും കാര്യമുണ്ട്. സിവിൽ എഞ്ചിനീയർമാർക്ക് ഈ ഇലക്ട്രിക്കൽ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. അപ്പൊ ആ ഒരു പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഈ വന്നപ്പോ അടിയന്തരമായി യോഗം വെച്ചെടുത്ത് LSGD കാര്യം വിളിച്ചു. ഞാൻ തന്നെ വെച്ചൊരു നിർദ്ദേശം, ഈ 9 ആണ്, കോളൻ നമ്പർ 9 ആണ്, അത് തൽക്കാലം മാറ്റിവെച്ച് ബാക്കി കാര്യങ്ങൾ എല്ലാം സിവിൽ നേച്ചറാണ്, അത് ഈ എഞ്ചിനീയർമാർ കൊടുക്കട്ടെ. ഈ 9ന്റെ കാര്യത്തിൽ ശരിക്കും സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അവരുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് എന്നാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു അപ്രൂവ്ഡ് വയർമാൻ, നമ്മൾ സാധാരണ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ലൈസൻസ് ആണ്, ഈ സംഗതികൾ ചെയ്യാനുള്ള അറിവുണ്ട് എന്നുള്ളതിനുള്ള ഒരു അപ്രൂവ്ഡ് വയർമാൻ. ഈ അപ്രൂവ്ഡ് വയർമാനിൽ നിന്ന് 4 ദിവസം മുമ്പാണ് ആ യോഗം നടന്നത്. അപ്പൊ ഒരു മാസത്തിനുള്ളിൽ സ്കൂൾ അധികൃതർ വാങ്ങിവെച്ചാൽ മതിയെന്നും ബാക്കി കാര്യങ്ങൾക്ക് ഫിറ്റ്നസ് കിട്ടിയാൽ സ്കൂൾ 1-ാം തീയതി തുറക്കാമെന്നും തീരുമാനിച്ചു. കൂട്ടത്തിൽ ഇങ്ങനെ വയറിങ്ങുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങളുള്ള സ്വിച്ച് ബോർഡ് തകർന്നു കിടക്കുന്ന, വയർ എവിടെയെങ്കിലും തൂങ്ങിക്കിടക്കുന്ന, അങ്ങനെ ഡേഞ്ചർ ഉണ്ട് എന്ന് പ്രിൻസിപ്പൽക്കും PTA പ്രസിഡന്റിനും ഒരു പരിശോധനയിൽ ബോധ്യമായാൽ അത്തരം ക്ലാസ് റൂമുകൾ തുറക്കേണ്ടതില്ല. കാരണം നമ്മളിങ്ങനെ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അതാണ്. എന്നാൽ ചിലപ്പോൾ നല്ലൊരു ശതമാനം സ്കൂളുകളിൽ അതിലൊന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ സാങ്കേതികമായി
സർട്ടിഫിക്കറ്റ് തരാൻ സിവിൽ എഞ്ചിനീയർക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. അപ്പൊ ആ ഒരു പ്രായോഗികമായ തീരുമാനമെടുത്ത് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ എന്ന് തന്നെ പറയാം ഫിറ്റ്നസ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളുകൾ ആ അർത്ഥത്തിൽ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിറ്റ്നസിന്റെ പ്രശ്നത്തിൽ എവിടെയും സ്കൂൾ തുറക്കാതിരുന്നിട്ടില്ല. ഞാനിപ്പോ ടിവിയിൽ 1-2 സ്കൂളുകളിൽ സ്കൂളിന്റെ കാലപ്പഴക്കം കാരണം ആലപ്പുഴയിൽ ഒരു സ്കൂളിന്റെ കാര്യം കാണിക്കുന്നത് കണ്ടു. അപ്പൊ അതൊക്കെ നമുക്ക് ഇടപെടേണ്ടതാണ്. ഈ പുതിയ കെട്ടിടങ്ങൾ ഇനിയും എങ്ങനെ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. കാരണം കുറെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ട് കൊണ്ടും ഇതിന്റെ മുമ്പ് നടന്ന ചില പ്രത്യേക ഫോക്കസ് പദ്ധതികളിലൂടെയും MP MLA ഫണ്ട്, പഞ്ചായത്ത് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് ഇന്ന് പഴയ പോലെയല്ല. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നല്ല ഇടപെടലും ഉണ്ട്. കാരണം അവർക്കാണ് ഇപ്പോൾ സ്കൂളുകളുടെ ചുമതല. LP സ്കൂൾ നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലാണ്, സർക്കാർ LP സ്കൂൾ. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. അവരുടെ ഫണ്ടിന്റെ ഒരു വിഹിതം ഈ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കാണ് പോണത്. പിന്നെ ഈ SSK ഫണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് എല്ലായിടത്തും കെട്ടിടങ്ങളുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വീഴാറായ കണ്ടീഷനുള്ളത് ഉണ്ടാകാം. ഇന്നിപ്പോ ചാനലുകളിലൊക്കെ ആലപ്പുഴയിലെ ഒരു സ്കൂൾ കാണിച്ചിരുന്നു. അപ്പൊ അത്തരം സംഗതികൾ ഞങ്ങൾ ഇത്തവണത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓൺ ഫണ്ടിൽ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക. അവിടങ്ങളിലൊക്കെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും. സ്ഥലം മാറ്റത്തിൽ ഇപ്പോ കേന്ദ്രത്തിന്റെ ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ സെൻസസ് നടക്കുന്നത് കൊണ്ട് സെൻസസ് ഡ്യൂട്ടി ഉള്ളവരെ മാറ്റാൻ പാടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചിലർ തന്ന നിവേദനത്തിൽ അവരെന്നെ പറഞ്ഞു, ഒരേ ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ സെൻസസ് ആണെങ്കിൽ ഞങ്ങൾ ആ പ്രദേശത്ത് പോയി ചെയ്തോളാം, അതുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ട്രാൻസ്ഫർ മാറ്റരുത് എന്നുള്ള ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ അതിന് അങ്ങനെ ഒരു ക്രമീകരണം വെച്ച് മാറ്റാൻ കഴിയുമെന്ന് നോക്കാം. കാരണം ഇത് സെൻട്രൽ ഡയറക്ഷനാണ്. അത് പ്രകാരമാണ് അധ്യാപകരെ മാത്രമല്ല ആർക്കൊക്കെ സെൻസസ് ഡ്യൂട്ടി ഉണ്ടോ അവരെയൊക്കെ ട്രാൻസ്ഫറിൽ നിന്ന് ഈ ഒരു ഡയറക്ഷന്റെ പേരിലാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. ആ സെൻസസ് ഡ്യൂട്ടി ഇല്ലാത്ത അധ്യാപകരുടെ ലിസ്റ്റ് ഉള്ളവരെ മാറ്റി നിർത്തിയിട്ടുള്ള ലിസ്റ്റ് എടുത്ത് അവരുടെ ട്രാൻസ്ഫർ നടപ്പാക്കാൻ എന്ന് ഞങ്ങൾ 2 ദിവസം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറിയുടെ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ചെറിയ ചില കാര്യങ്ങൾ കൂടി ക്രമീകരിക്കാനുണ്ട്. വൈകാതെ അതും വരും. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പിന്നെ സ്ഥലം മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷകൾ വന്നിട്ടുണ്ടല്ലോ. ആ അങ്ങനെ എന്നോടതില് ഈ പറഞ്ഞ പോലെ അധ്യാപക സംഘടനകളെല്ലാം സമ്മതിച്ച് നമ്മളൊരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഹയർ സെക്കൻഡറിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കാര്യത്തിൽ പറഞ്ഞത്. ചർച്ചയൊക്കെ പൂർത്തിയായി, എല്ലാ അധ്യാപക സംഘടനകളും വന്നിരുന്നു. അങ്ങനെ അത് പ്രകാരം ലിസ്റ്റ് ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏതായിരുന്നാലും അത് പരിശോധിക്കാം.